بسم الله بسم الله الرحمن الرحيم وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين وبعد. قال صلى الله عليه وآله وسلم: حج المبرور الحج المبرور ليس له جزاء إلا الجنة. വളരെ ആഹ്ലാദം, ഹജ്ജാജികൾ സന്തോഷിക്കുന്ന ഒരു ഹദീസാണിത്. ഹജ്ജുൽ മബ്രൂർ, മബ്രൂറായ ഹജ്ജ്, ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗം തന്നെയാണ് അതിൻ്റെ കൂലി. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, റമളാൻ മാസത്തിൽ നോമ്പ് പിടിച്ച പാവങ്ങൾ പൊറുക്കപ്പെടല, സ്വർഗമില്ല. ഇതല്ല, നേരെ സ്വർഗത്തിലേക്കാണ്. ഒന്നും ബാക്കി വച്ചില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മബ്രൂറായ ഹജ്ജ് ചെയ്തവൻ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു ഒന്നും ബാക്കിയില്ല, നേരെ സ്വർഗത്തിലേക്കാണ് ആ അമല്. പക്ഷേ ഇത് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഹജ്ജിന് പോകുന്ന ആളുകൾ 1.5 മാസം അവിടെ കഴിഞ്ഞുകൂടിയാൽ, ജുമാസ്കാരത്തിന് പോയവന് ഖത്തീബ് മിമ്പറിൽ കയറിയതിന് ശേഷം സലാം കൊണ്ട് തീർക്കുന്നത് വരെയുള്ള സമയം ശ്രദ്ധിച്ചില്ലെങ്കിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുന്നിട്ട് ഒരു കാര്യമില്ലാണ്ടായിപ്പോവും. എങ്ങനെ? ജുമാക്ക് പള്ളിയിൽ പോയി, പക്ഷെ കുറേ ഇരുന്നു. അതിൻ്റെ സമയം ഖത്തീബ് മിമ്പറിൽ കയറുന്നത് മുതൽ 2 റക്അത്ത് നിസ്കരിച്ച് ചെയ്യുന്നവർ ഇയാളൊന്ന് കളിച്ച്, ജുമ ഇല്ല. ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടോട്ടെ ഈ ഹജ്ജിൻ്റെ ഈ ചെറിയ വാക്കുകൾ, കാരണം വ്യാഖ്യാനിക്കാൻ ആവില്ല, എന്നെക്കൊണ്ടാവില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു, 1 മാസക്കാലം ഹജ്ജിൻ്റെ ക്ലാസ് എടുത്ത് എനിക്ക് ഇങ്ങനെ വിശദീകരിക്കാനാവില്ല. എന്നാലും എൻ്റെ ചരക്കുകൾ ഞാൻ അവിടെ വിറ്റു, അൽഹംദുലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, മനിൽ ഹജ്ജ്, ആരാണ് ഹജ്ജ്? ഖാല അശ്ശഅദു തഫൽ, അശ്ശഅദു തഫൽ, അവനാണ് ഹാജി. ശഅദ്, മുടിയൊക്കെ പൊടി പിടിച്ച്, തഫൽ, വിയർപ്പിൻ്റെ മണം കൊണ്ട് മുഷിഞ്ഞവൻ, അവനാണ് ഹജ്ജ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസാത്തിൻ്റെ വാക്കുകളാണ്. 1.5 മാസമോ 2 മാസമോ മക്കത്ത് കിടന്ന് ഇറങ്ങി, മദീനത്ത് കിടന്ന് ഇറങ്ങി. ഹജ്ജ്, മനിൽ ഹാജ്, ഈ കാലമൊക്കെ അത്തറും പെർഫ്യൂം ഒക്കെ അടിച്ച് നടക്കാം. മനിൽ ഹാജ്, ഹാജ് ഷഅദ് തഫൽ, ഷഅദ്, മുടിയൊക്കെ മുടി പുരണ്ട്. തഫൽ, തഫിലാത്ത്, പെണ്ണുങ്ങൾ പുറത്തു പോകുമ്പോൾ യഖ്റുജന തഫിലാത്ത്, സ്പ്രേയും അടിച്ചോണ്ട്, നല്ല സ്പ്രേയും അടിച്ചോണ്ട്, ചുണ്ടിൽ ചുവപ്പും തേച്ചോണ്ടല്ല പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നത്. അങ്ങനെ വല്ല അയായിസ്, വയസ്സായ കിളവികൾ ഇറങ്ങുന്നെങ്കിൽ പോലും തഫിലാത്ത്, അവളുടെ സ്മെല്ല് കേട്ടാൽ അടുത്ത്. ഇത് അങ്ങനെയല്ല, 1 മണിക്കൂർ മുമ്പ് ദൂരത്തടിക്കുന്ന അവളുടെ മൗതുമായി പോകും. വിഷയത്തിലേക്ക് വരാം. ഹജ്ജിന് പോകുന്നവർ ഷഅദ് തഫൽ, ഇതെന്താണെന്നറിയോ? ഈ സമയം വല്ലാഹി ആലോചിച്ച് നോക്കിയാൽ വെറും ഏകദേശം 48 or 50 മണിക്കൂറാണ് ഹജ്ജിൻ്റെ സമയം. ഈ ഷഅദ് തഫൽ എന്ന് പറയുന്ന ഈ സമയം, അതായത് യൗമു തർവിയ എന്ന് പറയുന്ന 8ാമത്തെ ദിവസം, സാധാരണ അവസ്ഥയിൽ 8ാമത്തെ ദിവസം രാവിലെ 6 മണിക്കാണ് നമ്മൾ പരിപാടികൾ മിനയിലേക്ക് വരാൻ. കണക്ക് കൂട്ടി നോക്കൂ, അന്ന് 6 മണി മുതൽ രാത്രി 12 മണി വരെ 18 മണിക്കൂർ. അന്ന് അറഫാൻ്റെ രാത്രിയാണ്, അറഫാൻ്റെ രാവ്. അതുമുതൽ അന്ന് അറഫാൻ്റെ രാത്രി വരെ 24 മണിക്കൂർ. 24 18 42. അറഫാൻ്റെ അന്ന് ദിവസം, പെരുന്നാളിൻ്റെ ളുഹറാവുമ്പോഴേക്കും ഹജ്ജിൻ്റെ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. തഹല്ലുൽ സഗീർ, തഹല്ലുൽ കബീർ കണക്ക് കൂട്ടി നോക്കുമ്പോൾ മാക്സിമം 60 മണിക്കൂർ.
ഈ 60 മണിക്കൂർ ഹജ്ജിൻ്റെ സമയമാണിത്. ഈ സമയത്ത് സൂക്ഷിച്ചില്ലെങ്കിൽ ഷാഫി മദ്ഹബിൽ ഫർളുകളും വാജിബുകളുമുണ്ട്. വാജിബുകൾ വിട്ടുപോയാൽ ആടറുത്തും മറ്റും അതിന് പരിഹാരമാവും. ഫർളിന് ഖലൽ സംഭവിച്ചാൽ ഹജ്ജില്ല, അവനിക്ക് ഹജ്ജില്ല. ആ ഫർളുകൾ ഏതാണ്? 6 ഫർളുകളാണ് ഹജ്ജിൻ്റെ ബാബിൽ ഷാഫി മദ്ഹബിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് നിയ്യത്ത്, അതായത് ഇഹ്റാം, ഇത് ഫർളാണ്. ഇതിന് വേറെ വാജിബാത്ത്. ഇതിലെന്തെങ്കിലും ഇത് ഇല്ലാതായി പോകുന്ന പ്രവൃത്തി നടന്നാൽ പരിഹാരമില്ല, ഹജ്ജ് പോയി. 1 ഇഹ്റാം, 2 ഉഖൂഫ് ഫിൽ അറഫ, അറഫയിൽ നിൽക്കല്, 3 തവാഫിൽ ഇഫാദ, 4 അസ്സഈ, 5 ഹൽഖ്, 6 തർതീബ്. 6 കാര്യങ്ങൾ ഇതിന് ഖലൽ സംഭവിച്ചാൽ, പാടെ ഇത് ചെയ്യാണ്ട് പോയാൽ ഹജ്ജില്ല, അവനിക്ക് ഹജ്ജില്ല. വേറെ ചിലതുകളുണ്ട് വാജിബാത്തുകൾ. വാജിബാത്തിൽ ഒന്നാണ് പെരുന്നാളിൻ്റെ, അതായത് പെരുന്നാളിൻ്റെ സുബഹി എന്ന് പറയുന്ന ആ സമയത്തുള്ള കല്ലേറ്. അത് ആദ്യത്തെ വാജിബാത്തുകളിൽ പെടും. അപ്പം അതിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചാൽ അത് ദബ്ഹ് കൊണ്ട് നമുക്ക് പരിഹരിക്കാം. ഞാൻ ഇത്രയും പറയുവാനുള്ള കാരണം, ഹജ്ജിന് പോകുന്നവർ, എൻ്റെ ഈ വീഡിയോ കാണുന്നവർ, ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. ഫർളായ ഹജ്ജിൻ്റെ ഇൽമ് പഠിക്കൽ ഫർളാണ്. അപ്പോൾ ഈ 6 കാര്യങ്ങളും അവിടെ വെച്ച് ഉസ്താദന്മാരെ കൊണ്ട്, ഇഹ്റാമിൽ പാടില്ലാത്ത വിഷയം, അവസാനത്തെ ദിവസം തഹല്ലുല്, അതായത് നമ്മൾ ഇഹ്റാമിലാണ് പോയത്, അറഫയിൽ നിന്നു, അറഫയിൽ നിന്നും വന്ന് രാപ്പാർത്തു, കാലത്ത് അവിടെ നിന്ന് ഒരുപക്ഷേ കല്ലെറിയൽ വാജിബാണ്, മക്കയിലേക്ക് വന്നു, തവാഫും ചെയ്തു, മുടിയും പക്ഷെങ്കിൽ അന്ന് സുറുമക്കുപ്പിയിൽ കമ്പിയിടും പോലെ ഭാര്യയുമായിട്ട് വരുമ്പോൾ ഹജ്ജ് പോവും. ഹജ്ജ് പോയി, ചുരുക്കി പറഞ്ഞതാണ്. ഏതായാലും ഹജ്ജിന് പോകുന്നവർ സമയമുള്ളപ്പോൾ ഈ ഷാഫി മദ്ഹബിൻ്റെ 6 ഫർളുകൾ ഒന്ന് ക്ലാസ്സുകളിൽ കൂടി പഠിക്കുന്നത് നന്നായിരിക്കും. ഹജ്ജിൻ്റെ ഫർളായ ഇബാദത്തിനെ പഠിക്കൽ ഫർളെന്നാണ് പണ്ഡിതന്മാരും. ഇത് സംസാരിക്കാൻ വയ്യ, കാരണം ഇത് വളരെ സെൻസിറ്റീവാണ്. അതേ അവസരത്തിൽ വാജിബാത്തുകളുണ്ട്. ഈ ഇഹ്റാം എന്ന് പറയുന്നത് മീഖാത്തിൽ നിന്ന് കെട്ടൽ വാജിബാണ്. മീഖാത്തിൽ നിന്ന് കെട്ടിയില്ലെങ്കിലോ അതിന് കോമ്പൻസേഷൻ ചെയ്യാം. പിന്നെയോ മുസ്ദലിഫയിൽ ഉറങ്ങുന്നത്, അതിന് കോമ്പൻസേഷൻ ചെയ്യാം. ആദ്യ ദിവസത്തെ കല്ലെറിയലിന് കോമ്പൻസേഷൻ ചെയ്യാം. ഇതെല്ലാം കോമ്പൻസേഷൻ ചെയ്യാവുന്ന വാജിബാത്തുകളാണ്. പക്ഷേ ഈ 6 ഫർളുകളുണ്ടല്ലോ, അത് പോയാൽ ഹജ്ജ് ഉണ്ടാവില്ല. എന്താണ് വേണ്ടത്? ഇഹ്റാമിന് ക്ഷതം സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ ഏതെങ്കിലും ഉസ്താദിനോട് ചോദിച്ച് പഠിക്കുക. അതുപോലെ തന്നെ അറഫ, അതുപോലെ തന്നെ തവാഫിൽ ഒട്ടധികം ആളുകളും ശ്രദ്ധിക്കാതെ അങ്ങും ഇങ്ങും കുലുങ്ങി ശരീരഭാഗം ഇടത്ത് തന്നെ ഉണ്ടാവണം എന്നുള്ള ആ ഷർത്ത്. അതുകൊണ്ട് ഹജ്ജിന് പോകുന്ന ആളുകൾ ഈ ഷാഫി മദ്ഹബിൻ്റെ 6 കാര്യങ്ങൾ പഠിക്കുന്നത് നന്നായിരിക്കും. ഈ പ്രാവശ്യത്തെ ഹജ്ജ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അള്ളാഹുവെ, ഞങ്ങളെ പാവങ്ങളെ പുറത്തു താ തമ്പുരാനെ, മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കുക റഹ്മാനെ. ഇപ്രാവശ്യം ഹജ്ജിന് പോകുന്നവർക്ക് മഖ്ബൂലായ മബ്റൂറായ ഹജ്ജ് ചെയ്ത് മടങ്ങാനുള്ള തൗഫീഖിനെ നൽകി റഹ്മാനെ. ഈ ഹജ്ജ് ഞങ്ങൾക്ക് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ഗൾഫ് രാജ്യങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരമായ ഹജ്ജാക്കി റഹ്മാനെ. സമസ്ത ബഹ്റൈന് ബർക്കത്ത് ചെയ്യല്ലാ, റഹ്മത്ത് ചെയ്യല്ലാ, ആഫിയത്തിനെ നൽകല്ലാ,
ഹിദായത്തിനെ നൽകല്ല. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ്